ചങ്ങായിമാർ നമ്മളെ ജോൺ ബുട്ടാസില്ലേ ഇതിൽ ഒട്ടകം ഗോപാലിന നല്ലോണം റോസ്റ്റ് ചെയ്ത് ഒട്ടകം ഗോപാലിന കുരുമുളക് ഇട്ടിട്ട് നല്ല വരട്ടി നല്ല ഒട്ടക റോസ്റ്റന്റ് അങ്ങ് ചെയ്ത് വിട്ട് ഒട്ടകം ഗോപാലിന്റെ ഇന്നത്തെ ചർച്ചയിൽ കേരളത്തിന് വേണ്ടി ഒരു മണ്ണും പുണ്ണാക്കും കിട്ടാത്ത ബഡ്ജറ്റിനാ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നതാ. പക്ഷെ ജോൺ ബുട്ടാസ് ഉണ്ടല്ല എഡംബല നോക്കാതെ നമ്മൾ ഒട്ടകം ഗോപാലിനെ പൊരിച്ചങ്ങ് എടുത്ത് ആ പൊരിക്കലിന്റെ ഇടക്കുണ്ടല്ലോ നമ്മൾ ഒട്ടകം ഗോപാലൻ പരമാവധി ഉടായ്പ നടത്താൻ നോക്കുന്നുണ്ട്, പരമാവധി ചർച്ച അലമ്പാക്കാൻ നോക്കി. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മളെ ജോൺ ബുട്ടാസ് ഒട്ടകം ഗോപാലിന് വയറ് നിറയെ കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒട്ടകം ഗോപാലിനെ എങ്ങനെ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുക്കാമെന്നുള്ള ഈ മനോഹരമായ വീഡിയോ കാണാം. ആയിക്കോട്ടെ. ഗോപാലകൃഷ്ണൻ അടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു 100-1 നിർമ്മലാ സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണമാകുമായിരുന്നില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറയാനുണ്ട്. ഗോപാലകൃഷ്ണൻ മെട്രോപൊളിറ്റൻ സിറ്റിയെ കുറിച്ച് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസമല്ലേ അതായത് കേരളം ഒന്നടങ്കം ഒരു നഗരമാണെന്ന് സാമ്പത്തിക സർവേ തന്നെ പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ സർക്കാരിന്റെ സാമ്പത്തിക സർവേ അല്ലേ? ഒരു സംസ്ഥാനം ഒന്നടങ്കം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു നഗരമാകുന്ന ഒരു സംസ്ഥാനം നഗരമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് മെട്രോപൊളിറ്റൻ സിറ്റിയെ കുറിച്ച് പറഞ്ഞത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണൻ. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 2 മാന്യ വ്യക്തികൾ ഞാൻ തീരുമാനിക്കാനുള്ള അധികാരമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ സർക്കാർ ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഞാനൊരു കാര്യം ഗോപാലകൃഷ്ണനോട് പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെ യഥാർത്ഥത്തിൽ ఖంഡിക്കാനുള്ള സ്ഥിതിവിവരക്കണക്കിലുണ്ട്. നിങ്ങളുടെ ബജറ്റ് അവതരണത്തിൽ നിങ്ങൾ ഓരോ ഇപ്പൊ മാക്രോ ലെവലിൽ നോക്കുക. അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത വരുമാനത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ആദായ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിക്കും. നിങ്ങൾ നോക്കുക, 1,26,000 കോടി രൂപയുടെ കുറവ്. അതുപോലെ ജി എസ് ടി സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? വലിയ രീതിയിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കും. പക്ഷെ ഉണ്ടായ കുറവ് എത്രയാണെന്നറിയോ? 1,32,000 കോടി രൂപ. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരു ആവശ്യത്തോട് പോലും അനുഭവപൂർണ്ണമായ ഒരു പരിഗണന കാണിച്ചിട്ടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ 2 മാന്യ വ്യക്തികളെ, ഈ ശ്രീധരനെയും അതുപോലെ സുരേഷ് ഗോപിയെയും കോമാളികളാക്കാണ് ചെയ്തത്. ആ പാവപ്പെട്ട 2 ആൾക്കാരെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു. അവർ 2 പേരെ അല്ലെ നിങ്ങൾ ഇപ്പോൾ അവഹേളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. അതായത് കേരളത്തിന്റെ ഈ ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ വേഗപാതയെ കുറിച്ചുള്ള നമ്മുടെ ആവശ്യം, അതായത് 7 വേഗപാതകൾ നിങ്ങൾ അനുവദിച്ചു. കേരളത്തിന് ഒരു വേഗപാതയ്ക്ക് അർഹതയില്ലേ? കേരളത്തിന് ഒരു AMS അർഹതയില്ലേ? 28 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഇന്ന് ഇന്ത്യയിലില്ലേ? 2 AMS ഉള്ള സംസ്ഥാനങ്ങളില്ലേ? നിങ്ങളുടെ മന്ത്രിയല്ലേ പറഞ്ഞേ ഇപ്പം വന്നു, ഇന്ന് വന്നു, എപ്പം വന്നു എന്ന് ചോദിച്ചാൽ മതി, ഷീട്ടെടുത്ത് വെച്ചോളൂ, പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞത്? എവിടെയാണ് AMS? നിങ്ങൾ ഇപ്പോൾ ആയുർവേദത്തിന്റെ കാര്യത്തിൽ AMSനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾ ജാംനഗറിൽ ഗുജറാത്തിൽ ഒരു ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകുന്നു. ഏത് കാര്യം എടുത്താലും നിങ്ങളുടെ തട്ടകങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളിപ്പോൾ കേരളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ധാതു കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സങ്കല്പത്തിലെ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. മറിച്ച് നമ്മുടെ ധാതു പദാർത്ഥങ്ങളെ വേറെ സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകരുത്. എന്തിനാണ് ഈ പറയുന്ന കമ്പോണൻസ്? യഥാർത്ഥത്തിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയ 11 പ്ലാന്റുകളിൽ 6 ഗുജറാത്തിലാണ്, 1 പോലും കേരളത്തിലേക്കില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വെച്ചിട്ട്, അതായത് കേരളത്തിൽ ഈ കോറിഡോറിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളിപ്പോൾ പാക തേങ്ങ എന്നൊക്കെ പറഞ്ഞല്ലോ, ആമയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതിന്റെ കള്ളക്കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ കോക്കനട്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാൻഡൽവുഡിന്റെ കാര്യത്തിൽ, കാഷ്യൂവിന്റെ കാര്യത്തിൽ, കൊക്കോയുടെ കാര്യത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ അഗ്രികൾച്ചർ, അതായത് പ്രോത്സാഹനത്തെ കുറിച്ച് പറഞ്ഞു. അഭിലാഷ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ബജറ്റ് പേപ്പറിലൂടെ കണ്ണോടിച്ചാൽ, സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എത്ര കോടി രൂപയാണെന്ന് വകയിരുത്തിയിരിക്കുന്നത്? കേവലം 350 കോടി രൂപ. അതായത് 1 കോടി നാളികേര കർഷകർ ഉണ്ടെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. 350 കോടി രൂപ. ഒരാൾക്ക് എത്രയാ? 200 രൂപയാ. നാണമില്ലേ ഗോപാലകൃഷ്ണ? അതായത് ഈ ബജറ്റ് പേപ്പറിലൂടെ പോവുക. ഇത് നിങ്ങൾ കടലാമയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ബജറ്റ് പേപ്പറിലേക്ക് കണ്ണെത്തിച്ചുകൊണ്ട് കാര്യം മനസ്സിലായി. ഇപ്പോൾ തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിനപ്പുറത്തൊന്നുമില്ല. കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ആമമുട്ടയും കിട്ടാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ ഒരു കൺകെട്ട് വിദ്യ നടത്തിയിട്ട് നിങ്ങൾ കേരളത്തോടെന്തോ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഫൈനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം 2.382 കോടി എന്ന് പറഞ്ഞു, 2% എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും എടുത്തു കളഞ്ഞു. നമുക്ക് 20-24 ഇടയിൽ 53,134 കോടി രൂപ ലഭിച്ചിരുന്നു. ഞാനിനി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. അതായത് ഒരുപക്ഷെ ഈ കണക്ക് നമ്മുടെ പ്രേക്ഷകർ അറിയണം. കഴിഞ്ഞ ബജറ്റിൽ, അതായത് 25-26 സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുമെന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്ത തുക എത്രയെന്നറിയോ? 1,30,641 കോടി രൂപ. അഭിലാഷ് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവർ കൊടുത്ത എത്രയെന്നറിയോ? കേവലം 18,000 കോടി രൂപ. 1,12,000 കോടി രൂപയുടെ കുറവ്. ഇതുപോലുള്ള ഒരു കടുംവെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു കണക്ക് കണ്ടാൽ സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയും തന്റെ സ്ഥാനം രാജിവെക്കും.
കഴിഞ്ഞ ബജറ്റ് ചുറ്റിക്കറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം, ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥി യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇതോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അഭിലാഷ്, ഇതിനെ കണക്ക് വെക്കുക. അലോക്കേറ്റ് ചെയ്തത് 10,831 കോടി രൂപ. നിങ്ങൾക്കറിയാം എത്രയാണെന്ന് ഇവർ ചെലവഴിച്ചത്? 526 കോടി രൂപ. നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ചു പോകില്ലേ? അദ്ദേഹത്തിന് സൽപ്പേരിനല്ലേ കളങ്കുണ്ടാക്കിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെ സുരേഷ് ഗോപിയെ മാത്രമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയെ കൂടി അവഹേളിക്കുന്ന ഒരു ബജറ്റാണെന്ന് ഇതിന്റെ കണക്കുകളിലൂടെ ഊളിക്കിട്ടാൽ മനസ്സിലാക്കും. ഈ പേപ്പർ ഞാൻ ഇവിടെ കാണിക്കാം. അതല്ലാതെ വെറുതെ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രീതി ഉണ്ടാക്കിയിട്ട് കേരളത്തോട് എന്തോ വലിയ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയില്ല. സ്ഥിതി വിവര കണക്കുകളാണ്. ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന PM ആവാസ് യോജന, വീട് നിർമ്മാണം, അതുപോലെ ജലജീവൻ മിഷനിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത തുകയിൽ 50,000 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചില്ല. അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച തുകയിൽ 6,000 കോടി രൂപയുടെ കട്ട്. നിങ്ങൾ ഏത് കാര്യം എടുത്താലും ഒരു എന്തിനേറെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പട്ടികവർഗത്തിന് വേണ്ടി നീക്കിവെച്ച തുക ഇതിനൊക്കെ എത്രയോ കുറവ് വരുത്തി. അതായത് ഇന്ന് ഡോളറിന് മുമ്പിൽ രൂപയുടെ വില കൂപ്പുകുത്തുമ്പോൾ, ആഗോള സമ്പദ്ഘടനയിൽ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നുള്ള ദിശാസൂചക ഒന്നുപോലും ഈ ബജറ്റിലില്ല. ഒരു പരാജയത്തിന്റെ ചിത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വരുമാനം തന്നെ 2 ലക്ഷം കോടി രൂപ കുറഞ്ഞു. അടുത്ത വർഷത്തെ വരുമാനത്തിൽ 1% വർധനവ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പറ്റുണ്ടോ? ഇതാണ് ഈ ബജറ്റ്. കേരളത്തോട് മാത്രമല്ല ഇന്ത്യയോട് തന്നെ കടുത്ത അനീതി കാണിക്കുന്ന ബജറ്റാണ് നാട്ടിൽ നിർമ്മലാ സീതാരാമൻ അവതരിച്ചത്. അതുകൊണ്ടാണ് ഒരു ദുരന്തത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപാദനം നടത്തുന്ന രൂപത്തിലാണ് അവരിന്ന് ബജറ്റ് നടത്തിയത്. അവരുടെ ശരീരഭാഷ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാൻ തുടരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒട്ടകം ഗോപാലിനെ പോലത്തെ സംഖ്യയുടെ തൊലിക്കെട്ടി കേരളത്തിന് ഒന്നും കിട്ടിയില്ല. ഒരു മണ്ണും പിണ്ണാക്കും കിട്ടിയില്ലാന്ന് സംഖ്യക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഒരു ഉളുപ്പും നാണവുമാരില്ലാണ്ട് അതിനെ ന്യായീകരിക്കാൻ ഇവർ വരുന്നുണ്ടല്ലോ. അങ്ങനെ ന്യായീകരിക്കണ്ടേ? സ്വന്തം കേരളത്തിന് ഒന്നും കിട്ടാഞ്ഞിട്ടും സംഖ്യകളാ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ വരുന്ന ഇവരുടെ ഉണ്ടല്ലോ തൊലിക്കെട്ടി. ഈ തൊലിക്കെട്ടി വേറെ ആർക്കും ഉണ്ടാവില്ല. കാണ്ടാമൃഗത്തിന് വരെ ഉണ്ടാവില്ല, സംഖ്യക്ക് മാത്രമേ ഉണ്ടാവൂ. ഇന്ന് തന്നെയാണല്ലോ നമ്മളെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് കേരളത്തിന് ഹൈസ്പീഡ് റെയിൽവേ കിട്ടാത്തത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അപ്പൊ നമ്മൾ കേന്ദ്രമന്ത്രിയുടെ മറുപടി എന്ന് പറയാം, തമിഴ്നാട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് അതിൽ കയറിയാ പോരെയെന്ന്. അതാണ് ഈ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി കൊടുത്തൊരു മറുപടി. ആ കേന്ദ്രമന്ത്രിയുടെ നിലവാരം അതാണെങ്കിൽ ഈ ഒട്ടകം ഗോപാലിനെ പോലത്തെ ടീമിന്റെ നിലവാരം എത്രയാണെന്ന് ചിന്തിച്ചാൽ പോരെ. പിന്നെ അതിലെ വേറെ രസം എന്ന് പറയാം, കേരളത്തിന് ഹൈസ്പീഡ് റെയിൽവേ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ശ്രീധരൻ മാഷ് ഉണ്ടല്ല, ശ്രീധരൻ മാഷ് ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്. മൂപ്പരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം കേട്ടാ, കേരളത്തിന് ഹൈസ്പീഡും കിട്ടിയില്ല, ഒരു സ്പീഡും കിട്ടിയില്ല, ഒരു റെയിലും കിട്ടിയില്ല എന്ന്. കേരളത്തിന് ആകെ കിട്ടിയത് കുറെ മുട്ടയാണ്, ആമ മുട്ടയാണ്. അതൊന്നും ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ. അത് മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ തുറന്നു വെച്ച ഓഫീസ് പൂട്ടിയിടണ്ട, വാടക ഒന്നും കൊടുക്കണ്ട, കൊടുത്ത അഡ്വാൻസ് വാങ്ങിയിട്ട് വേഗം വീട് പിടിക്കാന്ന് പറ. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് വാടക കൊടുത്ത് മുടിയേണ്ടി വരും നമ്മൾ ശ്രീധരേട്ടൻ. എന്തായാലും ഒരു ഉളുപ്പില്ലാണ്ട് സംഖ്യകളൊക്കെ വന്നിട്ട് ഈ ബഡ്ജറ്റിനെ ന്യായീകരിക്കുന്ന കാണുമ്പോഴില്ല ഒരുപാട് സന്തോഷമുണ്ട്. ന്യായീകരിച്ച് നിങ്ങൾ അങ്ങ് മെഴുകി. എന്തായാലും ജോൺ ബ്രിട്ടാസ് തയ്യാറാക്കിയ നല്ല കുരുമുളകിട്ട് വയറ്റിയ ഒട്ടകം ഗോപാലൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.